മഞ്ചേശ്വരത്ത് പിതാവ് ഏകമകളെ വെട്ടിക്കൊന്ന സംഭവത്തിൽ വെട്ടേറ്റ ബന്ധുവും മരിച്ചു. പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരി ഭർത്താവ് ഷെയ്ഖ് കുഞ്ഞിയാണ് മരിച്ചത്. ഷെയ്ഖിനെ ആക്രമിക്കുന്നതിനിടയിലാണ് മകൾ ജുമയിലേക്ക് വെട്ടേറ്റത്. ദിവസങ്ങളായി തുടർന്ന കുടുംബ പ്രശ്നങ്ങൾക്കിടെയാണ് ആക്രമണം. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഷെയ്ഖ് കുഞ്ഞിയുടെ വീട്ടിലാണ് സംഭവം നടന്നത്. ഷെയ്ഖ് കുഞ്ഞിയുടെ വീട്ടിലാണ് ജുമയിലെയും ഉമ്മ താഹിറയും താമസം. ഉമർ ഫാറൂഖും താഹിറയും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. 5:30 മണിക്ക് നടന്ന ഒരു സംഭവമാണ്. മറിയം ജുമൈലയുടെ പിതാവ് ഉമർ ഫറൂഖ് മനഃപൂർവ്വം അദ്ദേഹത്തെ സംഘടിപ്പിച്ചു വന്ന് കുത്തിക്കൊലപ്പെടുത്തുകയാണ്. ഈ രണ്ടാമത്തെ ഒരു മരണം കൂടി നടന്നിട്ടുണ്ട്. അതും കൊലപാതകമാണ്. ഈ 3 പേരെയും കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അയാൾ വന്നത്. ഭാര്യ കസ്റ്റഡിയിൽ നിന്ന് അറസ്റ്റ് ഡെലിവറിപ്പിൽ നിന്നുണ്ടാവുക മറ്റു കാര്യങ്ങളൊക്കെ തന്നെ. ഡെലിവറിപ്പ് ഈ മാസം അടുത്തൊരു ഇൻക്വസ്റ്റ് നടത്താൻ പോസ്റ്റ്മോർട്ടം നടത്താൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ മാസം കഴിഞ്ഞ് ബാക്കി സമയമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു തെളിവെടുപ്പിലേക്ക് പോകും. അല്ലെങ്കിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിലാണ്. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ഇരുവരുടെയും ബന്ധുക്കൾ ഒത്തുകൂടിയിരുന്നു. ബന്ധം വേർപിരിയുകയാണെങ്കിൽ തനിക്ക് കുടുംബസ്വത്തായി ലഭിച്ച് പിന്നീട് ഭാര്യയുടെ പേരിലാക്കി മാറ്റിയ 10 സെന്റ് സ്ഥലം തിരിച്ചെഴുതി തരണമെന്ന് ഉമർ ആവശ്യപ്പെട്ടു. ഈ സ്വത്ത് മകളുടെ പഠനത്തിനും മറ്റും വേണമെന്ന് താഹിറയും ഷെയ്ഖ് കുഞ്ഞിയും പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ ഉമർ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ഷെയ്ഖ് കുഞ്ഞിയെ ആക്രമിക്കുകയായിരുന്നു. ഇതിനിടെ സ്കൂളിൽ നിന്നെത്തിയ മകൾ ജുമയിലേക്ക് തടയാൻ ശ്രമിക്കുന്നതിനിടെ കഴുത്തിലും വയറ്റിലും കുത്തേറ്റു. ഇരുവരെയും ഉപ്ലയിലെയും പിന്നീട് മംഗളൂരുവിലെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഗൾഫിലായിരുന്ന ഉമർ ഫാറൂഖ് 2 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഉമർ ഫാറൂഖ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നത്. അദ്ദേഹം കുടുംബമായിട്ട് ചില പ്രശ്നത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ തർക്കമുണ്ട്, കുടുംബ പ്രശ്നമുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ വന്നു. അൺഎക്സ്പെക്റ്റഡായി അദ്ദേഹം ഇത്തരത്തിലുള്ള കൊലപാതകം ചെയ്യുമെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പോലും അവർ വിചാരിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളെ അദ്ദേഹം കൊന്നുവെന്ന് പറയുമ്പോൾ അദ്ദേഹം ടാർഗറ്റ് ചെയ്തിരുന്നത് ഇന്ന് രാവിലെ മരണപ്പെട്ട ഷെയ്ഖ് കുഞ്ഞിയായിരുന്നു. മകൾ തടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അൺഎക്സ്പെക്റ്റഡായി മകളുടെ കഴുത്തിലേക്ക് കത്തി കയറുകയും ഇന്നലെ 6 മണിയോടുകൂടി മകൾ മരണപ്പെടുകയും അതുപോലെ തന്നെ ഇന്ന് രാവിലെ 7 മണിക്ക് ഷെയ്ഖ് കുഞ്ഞ് പറയുന്ന വ്യക്തിയും മരണപ്പെട്ടു. നാടിനെ വളരെ നടുക്കിയ ഒരു സംഭവമാണ്. നാട്ടുകാർ മൊത്തം വളരെ വിഷമത്തിലാണ്. ഇങ്ങനെയൊരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല. സംഭവസ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന ഉമർ ഫാറൂഖിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.